എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടുന്നത് നല്ലതാണ്. പക്ഷേ അത് കളിക്കല എടുത്തച്ചാ കയ്യിലാവും. എടുത്തേക്ക് എണ്ണയൊന്നുമല്ല, എടുത്തേക്ക്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിനൊരു പൂവിൻ്റെ ആകൃതിയിൽ എടുക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലാന്ന്. അതൊക്കെ വരക്കണ ആരെങ്കിലും വരച്ചാലേ സെറ്റ് ആവുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ അത് ഫുള്ളായിട്ട് റെഡ് കളർ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ പൂവാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അതിന് നമ്മളിവിടെ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. 8 സെൻറ്റിമീറ്റർ വിഡ്ത്തും ലെങ്ത്തും ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം അതിനെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര സിമ്പിളാണ്. ഒരു 2-3 വട്ടം ചെയ്ത് നോക്കിയാൽ പിന്നെ അത് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. അതൊരു ഫ്ലവറായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ തെറ്റാതെ കിട്ടും. അങ്ങനെ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 23 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ റൗണ്ട് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വരിയായി വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് നൂലുമ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സെറ്റിൽ 4 എണ്ണം, മറ്റേ സെറ്റിൽ 5 എണ്ണം ആക്കിയിട്ടുണ്ടോ പൂവിനെ സെറ്റ് ചെയ്യണത്. നൂല് ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഞാനിങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത്. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയി എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലൊക്കെ ഫസ്റ്റ് വെച്ച പോലെ തന്നെ ആ റെഡ് കളർ പേപ്പർ തന്നെ വെക്കാനാണ് ഭംഗി. അങ്ങനെ അത് കാർഡ്ബോർഡുമ്പോൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ടാപ്പാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. വാ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.